സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. പുസ്തക പ്രസാധനം, വിതരണം എന്നീ രംഗങ്ങളിൽ വരും തലമുറകൾക്ക് പ്രചോദനാത്മകമായി നിലകൊണ്ട ധിഷണാശാലിയായിരുന്നു NE ബാലകൃഷ്ണ മാരാർ. കോഴിക്കോട് നഗരത്തിൽ TBS അഥവാ ടൂറിംഗ് ബുക്ക് സ്റ്റാൾ, പൂർണ്ണ പബ്ലിക്കേഷൻസ് എന്നിവ ആരംഭിക്കാൻ NE ബാലകൃഷ്ണ മാരാർക്കുണ്ടായിരുന്ന മൂലധനം ഒന്നു മാത്രം: അർപ്പണബോധം. പുസ്തകം വായനക്കാരെ തേടിയെത്തുന്ന പുതുവഴി പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പരീക്ഷിച്ച് ഒരു വൻ ശൃംഖല കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സാഹിത്യത്തിലും സംസ്കാരത്തിലും സംരംഭകത്വത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രസാധകൻ NE ബാലകൃഷ്ണ മാരാരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നത് പൂർണ്ണ പബ്ലിക്കേഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടറായ മകൻ NE മനോഹർ. NE ബാലകൃഷ്ണ മാരാരുടെ ആത്മകഥയുടെ പേര് കണ്ണീരിൻ്റെ മാധുര്യം എന്നാണ്. അദ്ദേഹം 90 വർഷം ജീവിച്ച ആ ഒരു ജീവിതം 2 വാചകത്തിൽ ഒതുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉചിതമായൊരു വാചകം തന്നെയാണ് കണ്ണീരിൻ്റെ മാധുര്യം എന്നത്. കോഴിക്കോട് നഗരത്തിലും പ്രദേശങ്ങളിലുമെല്ലാം ഒരുപാട് വർഷം പുസ്തകങ്ങൾ വിറ്റ് നടന്ന് അതിനുശേഷം വലിയൊരു പ്രസാധകനായി മാറിയ വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തുടക്കകാലം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. 50കളിൽ തൊട്ട് മുന്നേ ആയിട്ടാണ്, 45 ആ കാലഘട്ടത്തിലാണ് അച്ഛൻ ആദ്യമായിട്ട് കോഴിക്കോട് വരുന്നത്. ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ അമ്മ രണ്ടാനച്ഛനായിരുന്നു. അച്ഛൻ്റെ നേരെയുള്ള അച്ഛൻ 6 മാസമുള്ള സമയത്ത് തന്നെ മരിച്ചുപോയി. അപ്പോൾ അന്ന് ചുറ്റുവട്ടത്ത് ഈ അമ്പലത്തിലുള്ള ഈ ചെറിയ വഴിപാടുകളും അതും ഇതൊക്കെ ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് അച്ഛൻ ജീവിച്ചു വന്നത്. അപ്പോൾ ഈ മരണം നടന്നു കഴിഞ്ഞാൽ ശുദ്ധീകരണത്തിനൊക്കെ അച്ഛൻ പോകണം, മാരാർ പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജീവിതകാലമായിരുന്നു. അപ്പോൾ ജീവിക്കാൻ വയ്യാന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇരുന്നത്. അപ്പോൾ അന്ന് അച്ഛൻ്റെ രണ്ടാനച്ഛൻ രാഘവ മാരാർ, അദ്ദേഹം വളരെയധികം കടുത്ത മാർക്സിസ്റ്റുകാരനായിരുന്നു. പറഞ്ഞു കേട്ടിട്ടുണ്ട്, പോലീസുകാർ അടിച്ചിട്ട് പോലീസുകാരുടെ കൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും രാഘവമാരാർക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിലുള്ള. അപ്പം അങ്ങനെയുള്ളൊരു മാർക്സിസ്റ്റ് ചിന്താധികാരനായിരുന്നു. അന്ന് അദ്ദേഹം ദേശാഭിമാനി പത്രം വിൽക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു കാശ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു 6 വയസ്സോ 8 വയസ്സൊക്കെയുള്ള സമയത്ത് അച്ഛനെയും കൂട്ടിയിട്ട് കോഴിക്കോട് വരുന്നത്. അന്ന് കോഴിക്കോട് തന്നെ ഇപ്പം നമ്മൾ ഒരു മഹാനഗരമായിരുന്നു കോഴിക്കോട്. അപ്പം അത്രയും വലിയൊരു നഗരത്തിൽ അന്ന് ആകെ 1-2 ചെറിയ പുസ്തകശാലകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് അച്ഛൻ അങ്ങനെ കോഴിക്കോട് വരുന്നതും ദേശാഭിമാനിയിൽ പത്രവിൽപ്പനക്കാരനായിട്ട് രാഘവൻ വില്ലച്ചൻ എന്ന് വിളിക്കും. രാഘവൻ വില്ലച്ചനും അച്ഛനും പത്രത്തിൻ്റെ ചായ്പിലാണ് ഇത് കഴിഞ്ഞാൽ കിടക്കുക. അവിടുന്ന് അവർ വയ്ക്കുന്ന എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ കഴിഞ്ഞു കൂടുക ചെയ്യുക. അതങ്ങനെ പോകുന്ന സമയത്ത് ദേശാഭിമാനി പത്രം നിരോധിക്കുന്നു. പിന്നെ ജോലിയില്ലാണ്ടായി. അപ്പോൾ ജോലിയില്ലാത്ത സമയത്ത് പിന്നെ നിവൃത്തിയില്ല, അങ്ങനെ നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് ചെറിയമ്മ ഉണ്ടായിരുന്നത്. ചെറിയമ്മയുടെ ഹസ്ബൻഡ് അന്ന് തമിഴ്നാട്ടിലെ തഞ്ചാവൂര് ഒരു ഹോട്ടലിൽ പാചകക്കാരനായിട്ട് ജോലി എടുക്കുക. അപ്പോൾ അന്ന് തഞ്ചാവൂരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണന്മാർക്ക് തമിഴ്നാട്ടിൽ ഭക്ഷണമൊക്കെ പാചകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മാരാരായ ഇദ്ദേഹം അനന്ത അയ്യരായിട്ട് അവിടെ പാചകക്കാരനായിട്ട് നിൽക്കുകയാണ്. ഏറ്റവും വലിയ കുക്ക്, അതിൻ്റെ താഴെ സപ്ലയർ, അതിൻ്റെ താഴെയാണ് ക്ലീനർ. അപ്പോൾ അച്ഛൻ അവിടെ ക്ലീനറായിട്ടാണ് ജോലിക്ക് ചേരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ദേശാഭിമാനി വീണ്ടും തുടങ്ങുകയും ചെയ്ത സമയത്ത് അച്ഛൻ വീണ്ടും കോഴിക്കോടേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ കോഴിക്കോട് തിരിച്ച് വന്ന് അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഈ എലത്തൂർ തൊട്ടിട്ട് ഫറോക്ക് വരെയൊക്കെ നടന്ന് പത്രം കൊടുക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് വളരെ കഷ്ടപ്പെട്ട ജീവിതം തന്നെയാണ്. എനിക്ക് തോന്നുന്നു അന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ കോമളം ഹോട്ടലിൽ 25 പൈസയാണ് ഒരു ഊണിന്. അപ്പോൾ ആ ഒരു ഊണ് വാങ്ങിക്കാനുള്ള കാശ് പോലും അച്ഛൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ രാവിലെ ഒരു 10 മണിയോടെ ഈ പത്രത്തിൻ്റെ പരിപാടി കഴിയും. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ ജോലിയില്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെയാണ് ദേശാഭിമാനിയുടെ അന്നത്തെ റഷ്യൻ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു. ആ പുസ്തകങ്ങൾ കുറച്ചെടുത്തിട്ട് വിൽപ്പന തുടങ്ങി. അപ്പോൾ അതുകൊണ്ടും ഒരു ജീവിതമാർഗത്തിനുള്ള കാശ് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഇവിടുന്നുള്ള 1-2 തല ബുക്ക് ഷോപ്പിൽ നിന്ന് കുറേശ്ശെ പുസ്തകങ്ങളെടുത്ത് വിൽപ്പന തുടങ്ങി. അപ്പോൾ പുസ്തക വിൽപ്പനയിൽ അന്ന് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അച്ഛനെ ശരിക്കുള്ള ആദ്യത്തെ പുസ്തക കച്ചവടം എന്ന് പറയുന്നത് ഇതൊന്നല്ല. ഇതിനു മുന്നേ ഈ തമിഴ്നാട്ടിൽ ഈ തഞ്ചാവൂർ നിൽക്കുന്ന സമയത്ത്, ഈ ഹോട്ടലിൽ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ അടുത്തൊരു സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂളിലേക്ക് ഈ കുട്ടികൾ പോകുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടി നെല്ലിക്ക, ഈ ഉപ്പിലിട്ട മാങ്ങ, നോട്ട് പുസ്തകം,
പെന്നിൻ്റെ അകത്ത് അന്ന് പിന്നെ മഷിക്കുപ്പിയൊന്നുമില്ല, മഷി നിറച്ചു കൊടുക്കുക ചെയ്യുക. അപ്പം അന്ന് തൊട്ടേ അച്ഛൻ ആ ഒരു പുസ്തകമായിട്ട് എന്തോ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കണക്ഷൻ ദൈവമായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ആ ഒരു കണക്ഷൻ തന്നെ ഇവിടെ വന്നപ്പോൾ വീണ്ടും പുസ്തകത്തിലേക്ക് കയറി. അങ്ങനെയാണ് പുസ്തകം വിൽപ്പനയിലേക്ക് ഇറങ്ങുന്നത്. അന്ന് ഈ പറഞ്ഞ മാതിരി ബുക്ക് ഷോപ്പുകളൊന്നുമില്ല, ബുക്ക് ഷോപ്പ്, പിന്നെ നമ്മുടെ ഈ ദേശാമാനീൻ്റെ തന്നെ ചിന്ത ഒരു ഇത്, അങ്ങനെയാണ് അവിടെയാണ് ഇങ്ങനെ പോകുന്നത്. അന്ന് പ്രസാധകരായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നോ? ഇല്ല, ഇപ്പോൾ ഇ കെ ബ്രദേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പ്രസാധകർ എന്ന് പറയാവുന്ന രീതിയിൽ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. NBS ഒക്കെ വളരെ ശേഷമാണ്, അതിന് ശേഷമുള്ള കാലത്തിലാണ് അതിന് തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഓൺലൈനായിട്ടൊക്കെ ലോകത്ത് എവിടെ നിന്നുള്ള പുസ്തകങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു 10-75 കൊല്ലം മുൻപ് അദ്ദേഹം ഈ പുസ്തകം എത്തിച്ചിരുന്നത് എവിടെ നിന്നാണ്? അതുപോലെ ആർക്കാണ് ഇത് കൊടുത്തിരുന്നത്? ഇപ്പോൾ ഓർഡർ നേരത്തെ സ്വീകരിച്ച ശേഷമാണോ അതോ കൊണ്ട് നടന്ന എല്ലാവരുടെ അടുത്ത് വിൽക്കുകയായിരുന്നോ? എങ്ങനെയായിരുന്നു അത്? ഒരു പാരലൽ ഞാനിപ്പോൾ അതുമായിട്ട് പറയാം. ഇപ്പം ആമസോണിൽ കൂടെ തുടങ്ങി നമ്മളിപ്പോൾ ചെയ്യുന്ന ഹോം ഡെലിവറി അന്ന് അച്ഛൻ ചെയ്തിരുന്നു. പുസ്തകങ്ങൾ എടുത്തിട്ട് ഓരോ വീടുകളിൽ കൊടുത്തിട്ടാണ് വെക്കുന്നത്. അച്ഛന് 6ാം ക്ലാസ് വരെ ഔപചാരിക വിദ്യാഭ്യാസമുള്ളൂ. അതുകൊണ്ട് അതിന് ശേഷമുള്ള പുസ്തകങ്ങളും ഈ റിവ്യൂസ് ഇതൊന്നും വായിക്കാൻ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല. ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കഴിവുണ്ട്. അന്ന് അച്ഛൻ്റെ ഒരു ഗോഡ് ഫാദർ എന്ന് പറയുന്നത് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ മലയാളത്തിൻ്റെ പ്രൊഫസറായിരുന്നു R രാമേന്ദ്രൻ കവി. അദ്ദേഹത്തിലൂടെയാണ് അച്ഛന് ആ ഒരു വലിയൊരു വാതായനം, പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് ഏത് പുസ്തകങ്ങൾ വരുത്തിക്കണം എന്നുള്ളൊരു വാതായനം തുറന്നു കിട്ടുന്നത്, ഒരു വിൻഡോ അദ്ദേഹമാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് പുസ്തകങ്ങളൊക്കെ എടുത്ത് അവിടെ ഇവിടെയും കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ കോളേജ് സ്കൂളിൽ പുസ്തകം കൊടുക്കണം. പക്ഷേ അവർക്ക് പുസ്തകം ബില്ല് വേണം. അങ്ങനെ ബില്ല് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് രാമേന്ദ്രൻ മാഷെ പരിചയപ്പെടുന്നതും. മാഷ് അവിടുന്ന് ഒരു കടലാസിനകത്ത് നീ ഇത് ഇങ്ങനെ ഒരു ബില്ല്, അപ്പം പേര് വേണമല്ലോ സ്ഥാപനത്തിന്, അപ്പോൾ നീ ഇതിങ്ങനെ കൊണ്ടു കിടക്കല്ലേ, ടൂറിംഗ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ടൂറിംഗ് എന്ന് പറഞ്ഞിട്ട് ടൂറിംഗ് ബുക്ക് സ്റ്റാൾ എന്നുള്ള പേര് സ്ഥാപനത്തിന് വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ബില്ല് കൊടുത്ത് അതിനോടെ പടിപടിയായിട്ട് വളർച്ച ഇങ്ങനെ വരുന്നുണ്ട്. അച്ഛൻ്റെ അധ്വാനം എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ളൊരു അധ്വാനം തന്നെയാണ്. 2 തുണിസഞ്ചിയിൽ ചാക്കിൻ്റെ തുണിസഞ്ചി കെട്ടി അതിൽ കൊണ്ടു കിടക്കും. വയ്യാണ്ടാകുമ്പം ഇത് തോളിൽ വയ്ക്കുമ്പം മുറിയും. അതിനുള്ളിൽ കാർഡ്ബോർഡ് കഷ്ണം ഈ ഷർട്ടിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് മുറിയാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അങ്ങനെയൊക്കെ കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്ക് കുട്ടിക്കൊന്നും ആലോചിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ളൊരു കഷ്ടപ്പെട്ടുള്ള ഒരു ലോകം. പൊതുവെ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ആ ഒരു ഇതിൽ അങ്ങനെയായിരുന്നു, അങ്ങനെ പോയിരുന്നു. രാമേന്ദ്രൻ മാഷാണ് ഗൈഡൻസ് കൊടുക്കുന്നത്. ഇന്നെന്ന പുസ്തകങ്ങൾ നീ വാങ്ങിക്കും, ഇത് നിനക്ക് ചിലവാകും. അപ്പോൾ അന്ന് മാഷ് ഈ ലിറ്റററി സപ്ലിമെൻ്റ് എന്തെല്ലോ കുറേ വായിക്കാറ്. അതിൻ്റെ അകത്ത് കൂടെ കിട്ടുന്ന വിവരം വെച്ചിട്ട് അത് ഏത് പ്രസാധകരാണെന്നുള്ള അറിഞ്ഞ് അങ്ങനെ അതാത് പ്രസാധകർക്ക് കത്തയച്ചു കൊടുത്തു. അന്നൊക്കെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ അച്ഛൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രൊഫസർ ചിദംബരം എന്ന് പറഞ്ഞിട്ട് ഹിന്ദീൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് അച്ഛൻ്റെ കറസ്പോണ്ടൻറ്റ്. ഇതൊക്കെ അന്നൊക്കെ ഫ്രീലാൻസ് ആണ്, ഇതൊന്നും കാശിന് വേണ്ടിയിട്ടല്ല. എല്ലാവരും അങ്ങനെ വന്നിരുന്ന് അങ്ങനെ അദ്ദേഹം കത്തെഴുതും. പല കമ്പനികൾക്കും കത്തെഴുതി പുസ്തകങ്ങൾ കാശ് കൊടുത്ത്, എനിക്കൊന്ന് BPP ആയിട്ടാന്ന് തോന്നുന്നു, മണി ഓർഡർ അയച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് ഇന്നത്തെ എന്താ പറയുക ഇതിലെ ഒരു പുതിയ ഇതിലേക്കുള്ള ഒരു കാൽവെപ്പ് അത്തരത്തിലാണ് വരുന്നത്. അതിൽ പ്രധാനമായിട്ടും മലയാളം പുസ്തകങ്ങൾ തന്നെയായിരുന്നോ? അല്ല, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ തന്നെയാണ് നല്ലോണം വരുന്നത്. മലയാള പുസ്തകങ്ങൾ അന്ന് ഉണ്ട്. ഇപ്പം മംഗളോദയം പ്രസ് ഉണ്ടായിരുന്നു, കറണ്ട് ബുക്സ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വരുത്തിച്ചിട്ടും ഒക്കെ കൊടുത്തിരുന്നു. പക്ഷേങ്കിൽ നല്ലൊരു ശതമാനം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ അത് ഇന്ത്യക്ക് പുറത്തു നിന്നും വന്നിരുന്നോ? ഇന്ത്യക്ക് പുറത്തു നിന്ന് നേരിട്ട് അങ്ങനെ അന്ന് ഇമ്പോർട്ടൻസ് ഇല്ല. അന്ന് ഡൽഹിയിൽ നിന്നും മദ്രാസിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി തന്നെയാണ് എടുത്തിരുന്നത്. പൊന്നുഷസ്സെന്നും നീരാടുവാൻ വരുമീ സൗന്ദര്യ തീർത്ഥക്കടവിൽ നഷ്ടസ്മൃതികളാം മാറിവില്ലിൻ വർണ്ണ പൊട്ടുകൾ തേടി നാം വന്നു. പൊന്നു പിണങ്ങിയിണങ്ങും നിൻ
കണ്ണിൽ കിനാവുകൾ പൂക്കും. ഒന്നു പിണങ്ങിയിണങ്ങും നിൻ കണ്ണിൽ കിനാവുകൾ പൂക്കും. പൂമ്പുലർക്കണി പോലെ ഏതോ പേരറിയാ പൂക്കൾ നമ്മെ തിരിച്ചറിഞ്ഞെന്നോ ചിരബന്ധുരമീ സ്നേഹബന്ധം. നമ്മെ തിരിച്ചറിഞ്ഞെന്നോ ചിരബന്ധുരമീ സ്നേഹബന്ധം. പൊന്നുഷസ്സെന്നും നീരാടുവാൻ വരുമീ സൗന്ദര്യ തീർത്ഥ കടവിൽ. തീരത്തടിയും ശംഖിൽ നിൻ പേരു കോറി വരച്ചു ഞാൻ. തീരത്തടിയും ശംഖിൽ നിൻ പേരു കോറി വരച്ചു ഞാൻ. ശംഖ് കോർത്തൊരു മാല നിന്നെ ഞാനണിയിക്കുമ്പോൾ ജന്മങ്ങൾക്കപ്പുറത്തെങ്ങോ ഒരു ചെമ്പകം പൂക്കും സുഗന്ധം. ജന്മങ്ങൾക്കപ്പുറത്തെങ്ങോ ഒരു ചമ്പകം പൂക്കും സുഗന്ധം. പൊന്നുഷസ്സെന്നും നീരാടുവാൻ വരുമീ സൗന്ദര്യ തീർത്ഥ കടവിൽ. പൊന്നുഷസ്സെന്നും നീരാടുവാൻ വരുമീ സൗന്ദര്യ തീർത്ഥ കടവിൽ. നഷ്ടസ്മൃതികളാം മാറിവില്ലിൻ വർണ്ണ പൊട്ടുകൾ തേടി നാം വന്നു. ടൂറിംഗ് ബുക്ക് സ്റ്റോൾ എന്ന് പറഞ്ഞ പേരിൽ അദ്ദേഹം ഒരു സ്ഥാപനമായിട്ട് തുടങ്ങുന്നത് ഏത് വർഷമാണ്? 58-ലാണ്. 58-ലാണ്. എവിടെയായിരുന്നു? ഇപ്പോഴുള്ള സ്ഥലത്ത് തന്നെയാണോ? അല്ല. അത് ഈ വിൽപ്പന കൂടി വരുന്നതുകൊണ്ട് അപ്പം അങ്ങനെ മുട്ടായിത്തെരുവിൽ അവിടെ ഒരു ചെറിയൊരു കടമുറി ഇട്ടിട്ടാണ് തുടങ്ങുന്നത്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബിസിനസ് വരില്ല. കാരണം അച്ഛൻ്റെ ഇത് കോൺടാക്ട്സ് ഉണ്ട്. അപ്പം അങ്ങനെ ആ കോൺടാക്ട്സിന് വേണ്ടി പുറത്തിറങ്ങുന്ന സമയത്ത് കടയിലേക്ക് ഒരാൾ വന്ന് അവിടെ ഒരാളെ വെച്ചു. അങ്ങനെ ബിസിനസ് നന്നായിട്ട് നടന്നു പോയിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ അടുത്ത സ്റ്റേജിലേക്കുള്ള ഒരു ഡെവലപ്മെന്റ് വരുന്നത്. അദ്ദേഹം TBS ആരംഭിച്ചു ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ പ്രസാധന രംഗത്തേക്ക് വരുന്നത്. പൂർണ്ണ പബ്ലിക്കേഷൻസ്. അപ്പോൾ അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ചുള്ള ആശയം എങ്ങനെ വന്നതാണ്? അത് രാമേന്ദ്ര മാഷിൻ്റെ ഒരു ചർച്ച ഒരു ഇതുണ്ട്, കോലായ എന്നുണ്ട്. മാഷിൻ്റെ വീട്ടിൻ്റെ കോലായെ തന്നെ ഇരുന്നുകൊണ്ട് അന്നത്തെ പ്രധാനപ്പെട്ട SK പൊറ്റക്കാട് അങ്ങനെയുള്ള അന്നത്തെ കോഴിക്കോട്ടത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാരെല്ലാം NP മുഹമ്മദ് അവരെല്ലാവരും കൂടി ഇരുന്നുകൊണ്ടുള്ള ഒരു ചർച്ച നടക്കാറുണ്ട്. ആ ചർച്ച അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ അകത്ത് അച്ഛനും ഈ വൈകുന്നേരം പുസ്തകം കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ അതിൻ്റെ അകത്ത് കൂടെ ഉരുത്തിരിഞ്ഞ് വന്നൊരാശയമാണ് ഒരു പ്രസാധന തുടങ്ങണം എന്നുള്ളത്. അങ്ങനെയാണ് 66 പൂർണ്ണ പബ്ലിക്കേഷൻസ് തുടങ്ങുന്നത്. അന്ന് 8 പുസ്തകങ്ങൾ ഒന്നായിട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് പൂർണ്ണ ആദ്യമായിട്ട് പുസ്തകരംഗത്തേക്ക് വരുന്നത്. അന്ന് MT ആണ് അത് അളകാപുരിയിൽ വെച്ചിട്ട് പൂർണ്ണ പബ്ലിക്കേഷൻസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടങ്ങുന്നത്. അതിൽ MTയുടെ പുസ്തകം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ഒരു പുസ്തകം ഉണ്ടായിരുന്നു. പേരെനിക്ക് ഓർമ്മയില്ല, ഒരു പുസ്തകം ഉണ്ടായിരുന്നു അതിൻ്റെ. ഈ തുടക്കകാലത്ത് അദ്ദേഹത്തിന് പുസ്തകം നൽകിയിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്ന എഴുത്തുകാർ പ്രധാനമായിട്ട് ആരൊക്കെയായിരുന്നു? ഉറൂബ്, പിന്നെ മാതൃഭൂമിയിലുണ്ടായിരുന്ന വാരൻ സാറുണ്ടായിരുന്നു,
അക്കാലത്തുള്ള പ്രധാനപ്പെട്ടവരെല്ലാവരും, കുഞ്ഞാണ്ടി, വാസു പ്രദീപ്, ഇവരെല്ലാവരുടെയും പുസ്തകങ്ങൾ അക്കാലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സക്കറിയയുടെ ആദ്യത്തെ പുസ്തകം പൂർണ്ണ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, വത്സല ടീച്ചറുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ പ്രസാധന രംഗത്ത് ഒരുപാട് പേരുണ്ട്. പക്ഷെ ആ തുടക്കകാലത്ത് പ്രത്യേകിച്ചും ആ സമയത്തൊക്കെ താരതമ്യേന കുറവാണ് പ്രസാധകർ. അപ്പോൾ ആ ഒരു ചിന്തയും അതിനെ പിന്നീട് വളർത്തിയ ഒരു അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ഇതിലേക്ക് വരുന്നത് വളരെ വൈകിട്ടായി, 80കളിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് പൂർണ്ണ ഒരുവിധം നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. അന്ന് അച്ഛൻ ഇതേപറ്റി അച്ഛൻ്റെ ഈ സുഹൃത്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിലെ പാഠപുസ്തകങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ പാഠപുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം വളരെയധികം പൂർണ്ണയെ സഹായിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ഒരു പുസ്തകം അടിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ 20,000-30,000 കോപ്പി അന്ന് വിറ്റുപോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടെ വളരെ നല്ലൊരു സാമ്പത്തിക കെട്ടുറപ്പ് വരാൻ പറ്റി. ആ കെട്ടുറപ്പിൻ്റെ ബേസിസിലാണ് പ്യുവർ സാഹിത്യമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാനുള്ള. അച്ഛനെപ്പം പറയാറുണ്ട്, ഈ മലയാള സാഹിത്യ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സാമ്പത്തികമായിട്ടുള്ളൊരു വലിയൊരു ലാഭമൊന്നും അതിൻ്റെ അകത്ത് കിട്ടില്ല. ലാഭം കിട്ടാൻ ഈ പാഠപുസ്തകം അടിക്കും. പക്ഷേ ഈ പാഠപുസ്തകം അടിച്ചിട്ട് കിട്ടുന്ന കാശ് കൊണ്ടാണ് മലയാള ഭാഷയിലേക്ക് വേണ്ട സാഹിത്യ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ ഈ പുസ്തക പ്രസാധനത്തെ നമുക്ക് ഒരു രീതിയിൽ പറഞ്ഞാൽ അതൊരു സാംസ്കാരിക പ്രവർത്തനമാണ്, അതേസമയം അതൊരു വ്യവസായം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് അച്ഛനിൽ എങ്ങനെയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്? ആദ്യകാലത്ത് വ്യവസായി തന്നെയായിരുന്നു. കാരണം അന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടായിരുന്നു, അതൊരു ജോലി തന്നെയായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് അച്ഛന് ഒരു ഇഷ്ടമുള്ള ജോലിയും കൂടെ ആയതുകൊണ്ട് രാത്രി 12 മണി വരെയൊക്കെ പലപ്പോഴും ബുക്ക് ഷോപ്പ് തുറന്ന് ഇരിക്കേണ്ട ഇത് വന്നിട്ടുണ്ട്, കാരണം സ്കൂൾ പാഠപുസ്തകങ്ങളുടെയൊക്കെ സമയത്ത്. അപ്പം അന്നതൊരു വ്യവസായം തന്നെയായിരുന്നു. പിന്നെ കൂടെ അത് ഒരു കൾച്ചറൽ ഒരു ഇതും കൂടി ആയി മാറിയെന്നും. കാരണം അതൊരു ബാക്കി ഏത് ബിസിനസ് ചെയ്യുന്നതിനെക്കാട്ടി നമുക്കൊരു നിലയും വിലയും എപ്പോഴും ഒരു പ്രസാധകൻ എന്നുള്ള നിലയ്ക്ക് എവിടെ പോയി കഴിഞ്ഞാലും കിട്ടും. അപ്പം അതിനൊരു നില വേറെ തന്നെയാണ്. മലയാളത്തിലൊക്കെ തുടക്കകാലത്ത് എഴുതി തുടങ്ങിയിരുന്ന കഥാകൃത്തുക്കളും നോവലിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, അവർക്ക് എഴുത്ത് ഒരു ഈ പറഞ്ഞ പോലെ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്, പക്ഷെ അതിൽ നിന്ന് വരുമാനം ഒട്ടും ലഭിച്ചിരുന്നില്ല എന്നുള്ളത്. പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന കാശുകൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. ഒരു പ്രസാധകൻ എന്ന രീതിയിൽ എഴുത്തുകാർക്ക് അദ്ദേഹം കൊടുത്തിരുന്ന ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടായിരുന്നു? അത് വലിയൊരു ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം കോവിലൻ പറയുമായിരുന്നു, കോവിലൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ വീട് വെച്ചതും അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം കഴിച്ചതും ഒക്കെ പുസ്തകത്തിൻ്റെ റോയൽറ്റി കൊണ്ടാണെന്നുള്ളത്. അന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാഠപുസ്തകത്തിൻ്റെ ഒരു വിൽപ്പനയാണ് എപ്പോഴും ഒരു ഇതായിരുന്നു. മറ്റല്ലെങ്കിലും അന്നൊരു പുസ്തകത്തിന് അത്ര തന്നെ വിലയുള്ളൂ, അതിൻ്റെ റോയൽറ്റി അത്ര തന്നെ കിട്ടാനുള്ളൂ. പക്ഷെ അന്നൊരു വായനക്കാരുടെ ഒരു ഇതെന്താ വെച്ചാൽ വാങ്ങിച്ച് വായിക്കുമായിരുന്നു എല്ലാവരും. അതിൻ്റെ മുകളിലുള്ളൊരു ചർച്ചകളും പിന്നെ ഇന്നത്തെ അത്ര സ്പീഡില്ലെങ്കിലും ആഴ്ചപ്പതിപ്പിലും മാതൃഭൂമിയിലൊക്കെ റിവ്യൂകൾ വന്നിട്ട് ആൾക്കാർ വീണ്ടും വീണ്ടും പുസ്തകം വായിച്ചിട്ട് നല്ല വിൽപ്പന ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. പിന്നെ മുകുന്ദേട്ടൻ്റെ പുസ്തകങ്ങളൊക്കെ അന്ന് നല്ല നിലയിൽ വിറ്റുപോയിട്ടുള്ളതാണ്. മയ്യഴിയുടെ പഴയ തീരണങ്ങളൊക്കെ എത്രയോ കോപ്പികൾ വിറ്റിട്ടുള്ളതാണ്. നല്ല ഓതേഴ്സിന് എപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു, അത് വിറ്റുപോയിട്ടുമുണ്ട്. ആ ഒരു രീതിയിൽ ഈ പാഠപുസ്തകത്തിൻ്റെ ഒരു റോയൽറ്റി കൊണ്ടാണ് ഒരു സാമ്പത്തിക ഭദ്രത എഴുത്തുകാർക്കും കിട്ടിയിരുന്നത്, പ്രസാദം എന്നുള്ള നിലക്ക് പൂർണ്ണയ്ക്കും കിട്ടിയിട്ടുള്ളത്. അച്ഛൻ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നത്, അതായത് ഇപ്പോൾ ഒരു വ്യവസായി കൂടിയാണല്ലോ, സ്വാഭാവികമായിട്ടും ആ രംഗത്ത് വരുന്ന ഒരുപാട് കാര്യങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടാകും. അതിനെയൊക്കെ അച്ഛൻ എങ്ങനെയാണ് മുന്നിൽ കണ്ടിരുന്നത്? ഏതൊരു പ്രതിസന്ധിയും എപ്പോഴും ഒരു അനുഗ്രഹമായിട്ടേ അച്ഛൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ആക്കി തീർക്കാൻ അച്ഛൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമാണ് അച്ഛൻ്റെ ജീവിതത്തിലുള്ള ഈ പുരോഗതിയും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഞാൻ ആദ്യത്തെ കേസ് എടുക്കാം. മുട്ടായിത്തെരുവിൽ ചെറിയൊരു പുസ്തകക്കട തുടങ്ങിയിട്ടുണ്ട്. ഈ പുസ്തകക്കടയിൽ ഒരു ജോലിക്കാരനെ വെച്ചിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവൻ പറഞ്ഞു, ഞാൻ നാളെ തൊട്ടില്ല, ഞാൻ ജോലി നിർത്തി പോവുകയാണെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ എതിർവശത്തൊരു കട തുടങ്ങുക ചെയ്തത്. അങ്ങനെ ആ കട തുടങ്ങി. അപ്പം കടയിൽ സ്ഥിരമായിട്ട് പുസ്തകം വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ഇദ്ദേഹത്തിനെ അറിയാം. അപ്പം നേരെ അങ്ങോട്ടേക്ക് പോവുക ചെയ്ത്. അപ്പോൾ അതൊരു പ്രതിസന്ധിയായിരുന്നു. അങ്ങനെ ആ സ്ഥലത്ത് നിന്ന് അവിടുന്ന് മാറി കുറച്ചും കൂടെ വലിയൊരു പുസ്തകശാല തുടങ്ങാൻ അച്ഛന് ധൈര്യം കൊടുത്തതാണ്. എന്നാൽ പിന്നെ ഇത് ശരിയാവില്ല എന്നുള്ളത്. ഇതൊന്ന്. ഇതിന് മുന്നേ ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ, അച്ഛൻ ഈ പ്രഭാത് ബുക്സിൽ പുസ്തകശാലയിൽ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് അച്ഛൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. തിരിച്ചു വന്ന സമയത്ത് ഈ ഷോപ്പിൻ്റെ മാനേജർ പറഞ്ഞു, ഇത്രയും ദിവസം നീ ഇവിടെ നിർത്തി പോയതല്ലേ, നിന്നൊരു വസ്തുവിനും കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അച്ഛനെ ചീത്ത പറഞ്ഞ് നീ ഇനി വരണ്ടെന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് പറയുന്നത്. അവിടുന്നാണ് അച്ഛൻ്റെ ഏറ്റവും ആദ്യം പറഞ്ഞ ഈ ബിസിനസ്സിൻ്റെ തുടക്കം അവിടെ വെച്ചാണ്. എന്നാൽ ഞാൻ കാണിച്ചു തരാം, ഞാൻ എന്താണ് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നും ഇതുള്ള കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന അവിടെ നിന്നാണ്. അതിൻ്റെ നേരെ അപ്പുറത്തുള്ളൊരു ഷോപ്പുണ്ട്, അവിടെ വന്ന് അവിടെ കുറച്ച് പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം നീ കൊണ്ടുപോയിക്കോ ബാല, നീ കൊണ്ടുപോയിക്കോ പുസ്തകം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുസ്തകം എടുത്തിട്ടാണ് അച്ഛൻ വീണ്ടും തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഏതൊരു പ്രതിസന്ധിയും കവച്ച് വെച്ച് മുന്നോട്ട് കയറാനുള്ള ഒരു ധൈര്യവും ശക്തിയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് ശേഷം രണ്ടാംകീൻ്റെ അടുത്തുള്ള കോട്ട് റോഡിൻ്റെ അടുത്തുള്ള ഒരു ബുക്ക് ഷോപ്പ് തുടങ്ങി. എല്ലാം വാടകയ്ക്കാണ്. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ അച്ഛനെതിരെ കേസ് കൊടുത്തു.
കേസ് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അച്ഛൻ ഇന്നും അവിടെ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പുസ്തകശാലയായിട്ട് ഇരുന്നു പോയനെ. കേസ് കൊടുത്ത് അവിടുന്ന് എവിക്റ്റ് ചെയ്യുന്നുള്ള സിറ്റുവേഷൻ വന്ന സമയത്ത് അതിന് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ അന്വേഷിച്ചിട്ടാണ് മുതലക്കുളത്ത് ഇപ്പോൾ ഉള്ള ഈ ഒരു 25,000 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടത്തിലേക്ക് മാറുന്നത്. അപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പ്രതിസന്ധി ഉയരത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് അച്ഛൻ കണ്ടിട്ടുള്ളൂ. അത് തന്നെയാണ് എന്നോട് പഠിപ്പിച്ചത്. എന്തൊരു പ്രശ്നം വന്നാലും ആ സമയത്ത് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ അതിനെ കവച്ച് വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത്രയും ആർജവം നമുക്ക് കിട്ടുക, അതിനെ മുന്നോട്ട് പോകാൻ പിന്നെ തിരിഞ്ഞു നോക്കുമ്പം നമുക്ക് അതൊരു നല്ലതായിട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഏത് പ്രതിസന്ധിയെയും അവസരമാക്കണമെന്ന് നമ്മൾ പറയുന്നതിന് അക്ഷരാർത്ഥത്തിൽ അത് ജീവിതം കൊണ്ട് കാണിച്ചെന്നാളാണ്. ഇതിൻ്റെ തന്നെ വേറെ എക്സാമ്പിൾ, ഞങ്ങളുടെ ഈ പറയുന്ന കെട്ടിടത്തിൽ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഞങ്ങളുടെ ഷോറൂമായിട്ട് വെക്കുകയാണ്. ആ സമയത്ത് അന്നേരം ഉണ്ടായിരുന്ന കലക്ടർ ആ സ്ഥലം കാലിയാക്കണം എന്ന് പറഞ്ഞ് ഓർഡർ കൊണ്ടുവരികയും ഇത് പൊളിപ്പിക്കാനും പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പൊളിച്ച് നീക്കേണ്ട ആ ഗ്രൗണ്ട് ഫ്ലോറിലെ ബിസിനസ്സുകൾ മുഴുവൻ മാറ്റി വെക്കേണ്ടത്. ആ വാശിയിലാണ് അതിൻ്റെ പെർമിഷൻ നമ്മൾ ലീഗലൈസ് ചെയ്യും റെഗുലറൈസ് ചെയ്യും ചെയ്തതിന് ശേഷം കേരളത്തിലെ തന്നെ ആദ്യത്തെ എയർ കണ്ടീഷൻഡ് പുസ്തകശാല 90കളിൽ തുടങ്ങുന്നത് അന്നാണ്. അതാ പറയുക, ഏതൊരു പ്രതിസന്ധിയും അച്ഛനും ആ ഒരു രീതിയിലേ കണ്ടിട്ടുള്ളൂ എപ്പോഴും. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ എരിയുന്ന പൂവിതൾ തുമ്പുമായി പറയാത്ത പ്രിയതരമാമൊരു വാക്കിൻ്റെ മധുരം പടർന്നൊരു ചുണ്ടുമായി വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൗന ചഷകത്തിനിരുപുറന്നോ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. സമയക്കല്ലോലങ്ങൾ കുതറുമിക്കരയിൽ നാം മണലിൻ്റെ ആർദ്രമാം മാറിടത്തിൽ ഒരു മൗനശില്പം മെനഞ്ഞു തീർത്തെന്തിനോ പിരിയുന്നു സാന്ധ്യവിഷാദമായി ഒരു സാഗരത്തിൻ മിടിപ്പുമായി. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. അച്ഛൻ ഈ പുസ്തകങ്ങളുമായി ഇത്രയും ഇടപെട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിന് ഔപചാരിക വിദ്യാഭ്യാസം താരതമ്യേന കുറവായിരുന്നു. അദ്ദേഹത്തിലെ ഒരു വായനക്കാരൻ എങ്ങനെയായിരുന്നു? നിറച്ചും വായിക്കുമായിരുന്നു.
അതായത് ഒരു ഹയർ എൻഡ് ലിറ്റററി ഇതൊന്നുമല്ല, പക്ഷേ അച്ഛൻ കണ്ടംപററി ആയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും, നമ്മൾ വിൽക്കുന്ന എല്ലാ പുസ്തകങ്ങളും ഒബ്വിയസ്ലി വായിക്കാൻ സമയം കിട്ടില്ല, പക്ഷേ കണ്ടംപററി ആയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും, പോപ്പുലർ ആയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും അച്ഛൻ വായിക്കുക, പേപ്പർ വായിക്കും. പിന്നെ വീട്ടിൽ അച്ഛൻ്റെ ആൾമാറയിൽ ഏത് നേരത്ത് പോയാലും ഒരു 25-30 പുസ്തകം എപ്പോഴും അച്ഛൻ വായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും, എപ്പോഴും വായിക്കാറുണ്ട്. എഴുത്തുകാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിബന്ധം എങ്ങനെയായിരുന്നു? ഒരു സഹോദരൻ എന്നുള്ള നിലയ്ക്കാണ് അച്ഛൻ എല്ലാവരെയും കണ്ടിട്ടുള്ളത്. അതായത് അച്ഛനെ ഞാൻ കണ്ടൊരു എഗെയിൻ ഈ പ്രതിസന്ധി എന്നുള്ള ഒരു ഇത് തന്നെയാണ് വരുന്നത്. ചെറുപ്പകാലത്ത് 2 നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെയാണ് അച്ഛൻ വളർന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ അച്ഛൻ്റെ നേരെയുള്ള അച്ഛൻ മരിച്ചുപോയി. അപ്പം രണ്ടാം അച്ഛനാണ്. അദ്ദേഹം ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അദ്ദേഹം ഈ സമരവും ഈ ഇതുമായിട്ട് നടക്കുന്നത് കൊണ്ട് വീട്ടിൽ വരാൻ പറ്റില്ല. പിന്നെ അമ്മയാണുള്ളത്, വീട്ടിൽ ഭക്ഷണമില്ല. കുറേ കാലം മാറി കോഴിക്കോടും തഞ്ചാവൂരൊക്കെ പോയി താമസിച്ചുകൊണ്ട് ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒരു സ്നേഹം എന്നുള്ള കാര്യം അച്ഛൻ ഒരിക്കലും കിട്ടിയിരുന്നില്ല. അപ്പോൾ ആ കിട്ടാത്ത കാര്യം അച്ഛൻ സൗകര്യങ്ങൾ വന്ന സമയത്ത് അച്ഛൻ്റെ സുഹൃത്തുക്കൾക്കും മക്കൾക്കും ബന്ധുക്കൾക്കും എഴുത്തുകാർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് കിട്ടാത്ത സ്നേഹം മക്കൾക്കും കുടുംബക്കാർക്കും കിട്ടിയിട്ടുണ്ട്. അന്ന് വളരെ സമയത്ത് കിട്ടാത്ത കാശ് എപ്പോഴും നമ്മുടെ ഓതേഴ്സിനുള്ള റോയൽറ്റി ഏതാ കൊടുക്കുക അത് സമയത്തായിട്ട് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് വളർന്നത്. അപ്പോൾ അന്ന് അച്ഛന് കിട്ടാത്ത സൗകര്യങ്ങൾ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്കോ എഴുത്തുകാരെന്നുള്ള നിലയ്ക്കോ ആർക്കാണെങ്കിലും അത് ഇല്ലാത്തതിൻ്റെ വേദന അച്ഛനറിയായിരുന്നു. താങ്കളുടെ കുടുംബം? ഞാനും വൈഫും എൻ്റെ 2 കുട്ടികളും ഉള്ളത്. അമ്മയുണ്ട്, സരോജം എന്നാണ് അമ്മയുടെ പേര്. കഷ്ടതകളിലുള്ള കാലത്ത് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഒരു തരി പോലും ദേഷ്യമോ വിഷമമോ മുഖത്ത് കാണിക്കാതെയാണ് അമ്മ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അച്ഛന് ലോകത്തിൽ ആരാക്കാട്ടിയും സ്നേഹവും ബഹുമാനവും അമ്മയോടായിരുന്നു. വീട്ടിൽ എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ഒരു 20 ആളൊക്കെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അച്ഛൻ അനിയന്മാരും എല്ലാവരും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വെച്ച് വിളമ്പി കൊടുത്തിട്ടും ഇതൊക്കെ ചെയ്തത് അമ്മയാണ്. അപ്പോൾ അച്ഛൻ്റെ എല്ലാ കാര്യത്തിനും അമ്മയാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. പിന്നെ വൈഫും എൻ്റെ 2 കുട്ടികളും ഉള്ളത്. വൈഫ് ഞങ്ങൾക്ക് 2-3 ഡിവിഷൻസ് ഉണ്ട് ഈ ബുക്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ സ്കൂൾ ഡിവിഷൻ ഇപ്പോൾ ഞങ്ങളുടെ CBSE സ്കൂളുകൾക്കുള്ള പാഠപുസ്തകങ്ങൾ ചെയ്യുന്നതിൻ്റെ ഹെഡ് വൈഫാണ്. പിന്നെ മാർക്കറ്റിങ്ങിൻ്റെയും ചീഫ് അവൾ തന്നെയാണ്. മകൾ മാരീഡാണ് ലണ്ടനിൽ. മകൻ ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവൻ MBA ഇറ്റലിയിൽ ചെയ്ത് കഴിഞ്ഞ് ഇപ്പം 3ാം തലമുറയായി. എഴുത്തിലേക്ക് ആരെങ്കിലും ഉണ്ടോ? മകൾ എഴുതുമായിരുന്നു പണ്ട്. അതായത് അവൾ ചെറിയ കുട്ടിയായിരിക്കും. ഇപ്പം സാധാരണ നമ്മൾ ഇതിങ്ങനെയാണല്ലോ, ആ മുത്തശ്ശനോ മുത്തശ്ശിയോ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക ചെയ്യുക. ഇവൾക്ക് ഒരു ഇമാജിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവള് സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ അത് നീ എഴുതി കൊണ്ടാൽ ഞങ്ങൾക്ക് പുസ്തകമാക്കാന്ന് പറഞ്ഞിട്ട് ആ കാലത്ത് പുസ്തകമാക്കിയിരുന്നു. ആ പുസ്തകം സ്കൂളിൽ ടീച്ചർക്ക് കൊടുക്കുകയും ടീച്ചർ അത് അന്ന് നമ്മുടെ പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാമിന് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് വായിച്ച് അതിനകത്ത് ഏതോ ഒരു കഥ ഇഷ്ടമായിരുന്നു. അതിനെക്കുറിച്ചൊരു കത്തുണ്ട്. ആ കത്ത് ഇപ്പോഴും ഉണ്ട് കയ്യിൽ. താങ്കൾക്ക് സഹോദരങ്ങളുണ്ടോ? ഞങ്ങൾ 2 പേരാണുള്ളത്. എൻ്റെ സിസ്റ്റർ ഡോക്ടർ അനിത, അവൾ ഒഫ്താൽമോളജിസ്റ്റാണ്, ലണ്ടനിലേക്ക്. അവൾ അവിടെ പ്രാക്ടീസ് ചെയ്യാണ്. ഹസ്ബൻഡും ഡോക്ടറാണ്, പീഡിയാട്രീഷ്യനാണ്. അദ്ദേഹം ഇപ്പം റിട്ടയർ ചെയ്തിട്ട് നാട്ടിൽ വന്നിട്ടുണ്ട്. അവൾക്ക് 2 കുട്ടികൾ ട്വിൻസാണ്. അപ്പോൾ അതിലൊരു കുട്ടി അവിടെ ലണ്ടനിൽ സീരീസിലൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ നോ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്. അതിൽ ഇപ്പോഴത്തെ ഡോക്ടർ നോന്റെ കൂടെയുള്ള ആ കുട്ടിയാണത്. വാർത്തയിലുണ്ടായിരുന്ന ഒരു കാര്യം. അതെ അതെ അതെ, വരദ. 1-2 മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കളുടെ ജീവിതത്തിൽ അച്ഛൻ നൽകിയൊരു ജീവിത പാഠം എന്തായിരിക്കും? സത്യസന്ധത ഒന്നത്. പിന്നെ ഈ പറഞ്ഞ ഏതൊരു വിഷമം വന്നാലും അത് നമ്മൾക്ക് നല്ലതിനെ വരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതിനെ നേരിട്ട് എതിർത്ത് മുന്നോട്ട് പോവുക. എന്തൊരു വിഷമം വന്നാലും 1 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അത് മാറും. മികവുറ്റ പുസ്തകങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കുക എന്നത് ജീവിതവ്രതമായി കണ്ട വ്യക്തി. മലയാള പ്രസാധന ചരിത്രത്തിലെ തിളക്കമാർന്ന പേര് NE ബാലകൃഷ്ണ മാരാർ. ഊഷ്മളമായ പെരുമാറ്റവും വശീകരണശേഷിയുള്ള പുഞ്ചിരിയും ഒരിക്കൽ കണ്ടവരുടെ മനസ്സിൽ പോലും NE ബാലകൃഷ്ണ മാരാരെ പ്രസന്നതയുടെ ആൾരൂപമാക്കി മാറ്റി. പ്രസാധകൻ NE ബാലകൃഷ്ണ മാരാരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് പൂർണ്ണ പബ്ലിക്കേഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടറായ മകൻ NE മനോഹർ. സസ്നേഹം. മൺമറഞ്ഞുപോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് റാസ.